മാഷെ, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പാട്ടും കൂത്തും ഒക്കെ അറിഞ്ഞാൽ പോരെ, ബാക്കി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അതിന് ആധാരമായി വന്നത് ചാൻസലറായിട്ടുള്ള മല്ലിക സാരാഭായ് പറഞ്ഞതാണ്. ഇവിടെയുള്ളവർക്ക് ഒരു ഹിന്ദി അറിയില്ല എന്നവർ തുറന്നു പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഇതിനൊക്കെ മുമ്പേ തന്നെ പലരും അവിടുത്തെ ഒരു ശോച്യാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ഈ ഒരു കലാമണ്ഡലത്തെ ഇങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത്? തീർച്ചയായിട്ടും വലിയ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയത്. ഒന്നാമത് സജി ചെറിയാനെ പോലെ ഒരാൾക്ക് കല എന്ത്, സംസ്കാരം എന്ത്, കലാമണ്ഡലം എന്ത്, കേരളീയ കലകൾ എന്ത്, കഥകളി എന്ത്, ചുക്കോ ചുണ്ണാമ്പോ എന്നറിയാത്ത ഒരുത്തൻ സാംസ്കാരിക മന്ത്രിയാകുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കലാമണ്ഡലം ഇപ്പോൾ വെറും പഴയ കഥകളി ആട്ടവും കൂത്തും പഠിപ്പിച്ചിരുന്നൊരു സ്ഥാപനമല്ല, അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ടാണ് അതിന് ചാൻസലർ പോസ്റ്റ് ഉണ്ടായത്. ചാൻസലർ ഉണ്ട്, വൈസ് ചാൻസലർ ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്. അതിനർത്ഥം അത് ലോകത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റികളൊക്കെ ഡീംഡാണ്, മികച്ച സർവകലാശാലകളൊക്കെ. ആ നിലവാരത്തിലേക്ക് കേരള കലാമണ്ഡലത്തെ ഉയർത്താൻ വേണ്ടി കേരള ഗവൺമെൻറ് രൂപകൽപ്പന ചെയ്തതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണല്ലോ. അപ്പോൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇംഗ്ലീഷ് അറിയേണ്ടതുണ്ടോ? ആട്ടും കൂത്തും അറിഞ്ഞാൽ മതി എന്നാണോ അതിനർത്ഥം? ഇത് ഇദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹം എന്തിൻ്റെ ഏത് വകുപ്പിൻ്റെ മന്ത്രിയാണ്, ആ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സ്വഭാവങ്ങൾ എന്താണെന്ന് അദ്ദേഹം ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതെന്നും പഴയ കലാമണ്ഡലത്തിലെ കുത്തമ്പലമായിട്ട് കൂടിയാൽ മതിയോ? ലോകത്തോട് സംവദിക്കുന്ന, ഒരുപക്ഷെ ലോകോത്തരമായൊരു സ്ഥാപനമല്ലേ. കേരളീയ കലകളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന, ലോകത്തിലെ സകല യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിസിറ്റിംഗ് പ്രൊഫസർമാരെയും വിസിറ്റിംഗ് സ്റ്റുഡൻസിനെയും റിസർച്ച് സ്കോളേഴ്സിനെയും ഒക്കെ വരുത്താവുന്ന, വലിയ വരുമാനം കേരളത്തിനും കലാമണ്ഡലത്തിനും ഉണ്ടാക്കാവുന്ന തരത്തിൽ വളർത്തിയെടുക്കേണ്ട ഒരു സ്ഥാപനമല്ലേ. ആ സ്ഥാപനമായി വളർത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നാട്ടുകാരോട് പറയാൻ, ലോകത്തോട് സംസാരിക്കാൻ അഭ്യസ്തവിദ്യരായ മനുഷ്യരുടെ ഭാഷയെങ്കിലും വേണ്ടേ? ഇത് പാർട്ടിക്കാർക്ക് ഈ സിഗരറ്റ് കടലാസിൻ്റെ പുറത്ത് എഴുതി കൊടുത്തിട്ട് പാർട്ടിക്കാർ സ്വന്തക്കാർക്കും ഒരു പണിയെടുത്താലും എടുത്തില്ലെങ്കിൽ ശമ്പളം കൊടുക്കുന്ന കുറേ താപ്പാനുകളെയാണ് അവിടെ വളർത്തിയെടുത്തിട്ടുള്ളത്, സ്വന്തക്കാരെയാണ്. അതാണ് മല്ലിക സാരാഭായ് പറഞ്ഞത്. ഒറ്റ എണ്ണത്തിന് പിരിച്ചുവിടാനും പറ്റില്ല, ഇംഗ്ലീഷ് പോലും അറിഞ്ഞൂടാ. അവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, വസ്തുതകൾ വെച്ചാണ് പറഞ്ഞത്. അവിടെ വൈസ് ചാൻസലറും രജിസ്ട്രാറും പിന്നെ ചാൻസലർ മല്ലിക സാരാഭായിയും, ഈ 3 പേർക്കല്ലാതെ ഒരു മനുഷ്യനും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. അവർക്ക് ഇംഗ്ലീഷിൽ ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ അറിഞ്ഞൂടാ, കമ്പ്യൂട്ടറിൽ ഒരു മെസ്സേജ് അയക്കാൻ അറിഞ്ഞൂടാ. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ ഞാൻ എങ്ങനെയാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കുക എന്ന് അവർ ചോദിച്ച ന്യായമായ ചോദ്യമല്ലേ. എന്നാൽ ഞാൻ ചാൻസലർ എന്ന നിലയിൽ ഒരു സ്ക്രീനിങ് നടത്തിയിട്ട് അവരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചാലോ? സമ്മതിക്കുകയില്ല. കാരണം എന്താ? ട്രേഡ് യൂണിയനിസം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും തടസ്സം എന്താ? അവിടെ എല്ലാവരും CITUക്കാരായിരിക്കും, അല്ലെങ്കിൽ CITUവിൻ്റെ യൂണിയനും വലിയ ശക്തി ഉണ്ടാവും. ഒറ്റ എണ്ണത്തിനെ പിരിച്ചുവിടാനും പറ്റില്ല. ഇത് പറഞ്ഞപ്പോൾ എന്തിനാ പൊള്ളുന്നത്? ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്തിനാണ് ഇംഗ്ലീഷ് അറിയുന്നത്? ഏത് കാലത്താണ് ഇദ്ദേഹം ജീവിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. മല്ലിക സാരാഭായ് അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. മന്ത്രി സജി ചെറിയാൻ ഫലിതങ്ങളുണ്ട് മാഷെ. എന്താണ്? ഇതുപോലെയുള്ള അദ്ദേഹത്തിന് പല വിക്രിയകളും ഒക്കെ നമുക്ക് കാണാം. സജി ചെറിയാനെ എന്താ പറയുക, ഈ ചെറിയാൻ ഫലിതങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരക്കാരെയൊക്കെ മന്ത്രിയാക്കി നമ്മുടെ രാഷ്ട്രീയത്തിന് വന്നുപെട്ട ഒരു വലിയ സങ്കടം ഇതാണ്. ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ഈ ഒരു മന്ത്രി പദവിയിലേക്ക് എത്തുക അല്ലെങ്കിൽ MLA പദവിയിലേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ട് നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ തന്നെ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്നാൽ മുൻകാലങ്ങളിലെല്ലാം അതല്ലാത്ത മിടുക്കന്മാരായിട്ടുള്ള, നമുക്കറിയാം എത്രയോ ആളുകളെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും, അങ്ങനെയുള്ളവരും ഉണ്ടായിട്ടുണ്ട്. അവരുടെ വകുപ്പ് കൃത്യമായി അവർ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മുൻപിലുണ്ട്. പക്ഷെ ഒന്നിന്റെ ഇപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവേചന ബുദ്ധിയോടുകൂടി പെരുമാറുക എന്നുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഉണ്ടാകണമെന്നില്ല. ഇതിൽ ഓഫ് കോഴ്സ് അത് ഉണ്ടാവാലോ മാഷെ. അപ്പോൾ ഇവിടെ കുറച്ച് അവരവരുടെ ഇഷ്ടക്കാരെ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതല്ലാതെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, ഞാൻ CPM മാത്രമായിട്ട് പറയുന്നില്ല മാഷെ, മറിച്ച് കോൺഗ്രസും ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടെ ആളുകളെ കൊണ്ടുവന്ന് കുത്തി നിറയ്ക്കാനുള്ള ഒരു ഇടമായിട്ട് ഇത്തരം കലാകേന്ദ്രങ്ങളെയൊക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, ഇനി കലാകേന്ദ്രങ്ങളാവണ്ട, നമ്മുടെ ഏതൊരു എന്താ പറയാ, ഏതൊരു ആലയങ്ങൾ ആയിക്കോട്ടെ, അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്ന് നിറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിനെ കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രം നടക്കില്ല. നടക്കില്ല. ഇതിലിപ്പോൾ ചെയ്യേണ്ട ഒരു മാനദണ്ഡം ഏറ്റവും ചുരുങ്ങിയത്, ഇപ്പൊ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ നിയമനങ്ങൾ നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ. ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ദൗർബല്യമാണ്. നമുക്ക് സഹിക്കേ പറ്റുള്ളൂ. പക്ഷേ നിയമിക്കുമ്പോൾ ഇപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. കേരള കലാമണ്ഡലത്തിലേക്ക് UDF ആയാലും LDF ആയാലും ഭരിക്കുന്ന കാലത്ത് നിയമിക്കുമ്പോൾ UDFകാരെ LDFകാരെ നിയമിച്ചോട്ടെ, പക്ഷെ നിയമിക്കുന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു വിദ്യാഭ്യാസമുള്ള, കലാബോധമുള്ള, രണ്ടുമുള്ള വിദ്യാഭ്യാസം വേണം. ഏറ്റവും ചുരുങ്ങിയത് ഗ്രാജുവേഷനെങ്കിലും ഉള്ള ആളുകൾ, മാത്രമല്ല കലാബോധമുള്ള ആളുകൾ. എന്താണ് കഥകളി, എന്താണ് മോഹിനിയാട്ടം, എന്താണ് ഭരതനാട്യം. മല്ലിക സാരാഭായി തൻ്റേതായ ഒരു പദ്ധതിയുമായിട്ടാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയെയും കണ്ടത്. അവരുടെ കയ്യിലൊരു നല്ല പ്ലാൻ ഉണ്ട്. അവർ പറയുന്നത് ഈ കലാമണ്ഡലത്തിലെ കഥകളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളെ ദൈവങ്ങളുടെ കഥകളും പറഞ്ഞിരിക്കുന്ന ഒരു ഭൂതകാലത്തല്ല നമ്മൾ വേണ്ടത്. ലോകത്തിലെ ഏറ്റവും നല്ല ക്ലാസിക്കുകളോടൊപ്പം ഏറ്റവും നൂതനമായ കഥകൾ, വേൾഡ് ക്ലാസിക്കുകളൊക്കെ തന്നെ കഥകളി രൂപത്തിൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റണം. മോഹിനിയാട്ടത്തെയും അങ്ങനെ നവീകരിക്കണം. ഓട്ടംതുള്ളലിനെയും നമ്മുടെ തുള്ളൽ കഥാരൂപങ്ങളെയൊക്കെ അങ്ങനെ ഏറ്റവും നൂതനമായ പ്രമേയങ്ങളിലേക്ക് വളർത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫണ്ടാണ് ഇല്ലാത്തത്. അപ്പോൾ പറഞ്ഞു, സോറി, ഞങ്ങൾക്കും ഫണ്ടില്ല, ഫണ്ട് തരാനുമില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണല്ലോ, നിങ്ങൾക്ക് ഓൺ ഫണ്ട് സ്വീകരിക്കാം. നിങ്ങൾക്ക് എവിടുന്നാണോ സോഴ്സ് കിട്ടുന്നതൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതിനുള്ള മുഴുവൻ സ്വാതന്ത്ര്യം ഇവർക്ക് കൊടുത്തതാണ്. എന്നിട്ട് ഫ്രണ്ട്സ് ഓഫ് കലാമണ്ഡലം എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കെ രാധാകൃഷ്ണനാണ്. കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കേരളത്തിൽ നമ്മുടെ ISROയുടെ ചെയർമാനായിരുന്ന കഥകളി കലാകാരൻ കൂടിയായ സയൻറ്റിസ്റ്റ്. അദ്ദേഹം വിചാരിച്ചാൽ വലിയ സോഴ്സുകളിൽ നിന്ന് പണം ഉണ്ടാക്കാൻ പറ്റും. അതിലെല്ലാവരും ഉണ്ട് ആ സോഴ്സിൽ. ഇപ്പോൾ MA യൂസുഫ് അലി പോലും ആ കൂട്ടത്തിലുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കഥകളി മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും അദ്ദേഹം അതിനെ സഹായിക്കാൻ തയ്യാറാണ്. സഹൃദയത്വം ഉണ്ടാവും. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനുമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് വല്ല വിവരമുണ്ടോ? കലാമണ്ഡലത്തിൽ പിന്നെ ആട്ടവും കൂത്തവും പോരെ, അവിടെ എന്തിനാണ് ഇംഗ്ലീഷ്, അവിടെ എന്തിനാണ് കമ്പ്യൂട്ടർ എന്നൊക്കെ ചോദിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഈ ഇവരാരാണെന്ന് പോലും സജി ചെറിയാൻ അറിയണ്ടാവില്ല. അദ്ദേഹം, എനിക്ക് അറിഞ്ഞൂടാ, വിക്രം സാരാഭായി എന്നൊരു മനുഷ്യനെ അദ്ദേഹം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തൻ്റെ സ്വത്ത് മുഴുവനും ISROക്ക് കൊടുത്ത ആളാണ്. എന്നിട്ട് ഒരു ദിവസം 16 മണിക്കൂർ 24 മണിക്കൂറിൽ 16 മണിക്കൂറും രാവും പകലും അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്ത സയൻറ്റിസ്റ്റാണ്. ഞാൻ ഈ രാജ്യത്തിൻ്റെ വിനീത സേവകനാണെന്ന് തെളിയിക്കാൻ വേണ്ടി 1 രൂപ മരണം വരെ പ്രതിഫലം വാങ്ങിയാല എന്ന് പറഞ്ഞാൽ സൗജന്യ സേവനമായിരുന്നു. പേറോളിൽ വേണം, എൻ്റെ പേര് വേണം, സർക്കാർ, ഞാൻ രാജ്യത്തിൻ്റെ ശമ്പളം വാങ്ങി എത്ര, 1 രൂപ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ പേരാ. ആ മനുഷ്യൻ്റെ മോളാണെന്ന് ഓർക്കണം. രണ്ടാമത്തെ കാര്യം, അത് ഒരു സൈഡിൽ. ഇപ്പുറത്ത് അമ്മു സ്വാമിനാഥൻ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അമ്മു സ്വാമിനാഥൻ്റെ മോളാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മിയും മൃണാളിനി സാരാഭായി എന്ന ലോകപ്രസിദ്ധ നർത്തകിയുടെ മോളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീര്യവും ശക്തിയൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. എന്നിട്ട് അവരോടാണ് ചോദിക്കുന്നത്. അവരൊരു പ്ലാൻ അവരിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ വൈസ് ചാൻസലറായി, നമ്മുടെ ചാൻസലറായി, കേരള കലാമണ്ഡലത്തിൻ്റെ ചാൻസലറായി അവരെ കിട്ടി എന്നതും അവർ സന്മനസ്സോടെ അത് ഏറ്റെടുത്തു എന്നതും നല്ല കാര്യം. പിന്നെ അവർക്ക് സൗജന്യ സേവനം നടത്തിച്ച് കളയാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു, മാന്യമായ റെമ്യൂണറേഷൻ എനിക്ക് നീക്കി വെക്കണം, ഞാനത് വിനിയോഗിക്കുന്നോ അതല്ലാതെ എൻ്റെ കലാമണ്ഡലത്തിലെ കുട്ടികൾക്ക് തന്നെ ചിലവാക്കുന്നോ ഒക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ എന്നെ നിങ്ങൾ ചാൻസലറായി നിയമിക്കുന്നുണ്ടെങ്കിൽ ഒരു ചാൻസലർക്ക് ആൾ ഇന്ത്യ തലത്തിൽ കൊടുക്കേണ്ട റെമ്യൂണറേഷൻ എനിക്ക് വേണ്ടി നീക്കി വെക്കണം. അത് വേണമല്ലോ. OC-ക്ക് സേവനം ചെയ്യിക്കണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേക നിയമമൊക്കെ ഉണ്ടാക്കിയാണ് വന്നത്. അങ്ങനെ വന്ന ഒരാളെ സേവനം ചെയ്യാൻ അനുവദിക്കുകയല്ലേ വേണ്ടത്. ചാൻസലർ വെച്ച നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് പരിഗണിക്കുകയും അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുകയല്ലേ വേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് അവിടെ പണിയെടുക്കുന്ന മനുഷ്യർക്ക് കമ്പ്യൂട്ടറിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരു ഇൻറ്റൻസീവ് കോഴ്സെങ്കിലും, ഇൻ സർവീസ് കോഴ്സെങ്കിലും കൊടുത്തൂടെ? അത് കൊടുക്കുന്നല്ലേ പറയേണ്ടത്, പിരിച്ചുവിടുന്ന് പറയണ്ട. പക്ഷേ കൊടുക്കാൻ തയ്യാറാവണ്ടേ? അപ്പോൾ അങ്ങനെ പരിഗണിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ താല്പര്യപൂർവ്വം കേട്ടുകൊണ്ട് പരിഗണിക്കുന്ന ഒരു മന്ത്രിയെയാണ് നമ്മൾ സാംസ്കാരിക മന്ത്രി എന്ന് വിളിക്കുക. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാതെ പോയി. അദ്ദേഹത്തിന് അതിനുള്ള കലാബോധവും സഹൃദയത്വവും ഇല്ലാതെ പോയി എന്നേ ഞാൻ പറയുള്ളൂ. കേരളത്തിൻ്റെ സങ്കടം എന്നല്ലാതെ ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. അത് കേരളീയൻ സഹിച്ചേ പറ്റുള്ളൂ. ജനാധിപത്യത്തിൽ ഇങ്ങനെ ചിലത് സഹിച്ചേ പറ്റുള്ളൂ ചില കാലത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.